അന്ന് ഈ പോലീസ് വാഹനത്തിന് നേരെ വെടി തുറക്കുമ്പോൾ ഈ പോലീസ് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അന്നത്തെ മുംബൈ പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ഹേമന്ത് കാർക്കറെ, അശോക് ഖാംഡെ, അതുപോലെ തന്നെ വിജയ് സലസ്കർ എന്നിവരായിരുന്നു. ഇവരെ കൂടാണ്ട് 2 കോൺസ്റ്റബിൾമാരും ഈ ഒരു പോലീസ് വാഹനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വെടിവെപ്പിന്റെ ഫലമായിട്ട് വിജയ് സലസ്കർ, അശോക് ഖാംഡെ, അതുപോലെ തന്നെ ഹേമന്ത് കർക്കറെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിളും അവിടെ മരണപ്പെട്ടു. ഈ മരണപ്പെടുന്നതിന് ഇടയിൽ ഒരു കോൺസ്റ്റബിള് വെടിയേറ്റെങ്കിലും അദ്ദേഹം മരണപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹം മരിച്ചതായിട്ട് അഭിനയിച്ച് ഈ വാഹനത്തിന്റെ പുറകിൽ കിടന്നു. അങ്ങനെ ഈ മുൻപിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരുടെയും മൃതദേഹങ്ങൾ വലിച്ച് റോഡിലിട്ടതിനു ശേഷം കസബും കൂട്ടാളിയായിട്ടുള്ള ഇസ്മയിൽ ഖാനും ഈ വാഹനത്തിൽ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഇടയിൽ ഈ വാഹനത്തിന്റെ ടയർ പഞ്ചറാകുകയും ഇവർ ആ വാഹനം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മറ്റൊരു സ്കോഡ വാഹനം കൈക്കലാക്കുകയും അതിൽ പിന്നെ യാത്ര തുടങ്ങുകയും ചെയ്തു. അപ്പം ഈ പോലീസ് വാഹനത്തില് ജീവൻ നഷ്ടപ്പെടാതെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അത് കോൺസ്റ്റബിള്, അദ്ദേഹം കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിച്ചു, ഇന്ന നമ്പറിലുള്ള സ്കോഡ വാഹനത്തില് അവര് യാത്ര തിരിച്ചിട്ടുണ്ട് 2 ഭീകരര് എന്നുള്ള ഇൻഫർമേഷൻ അദ്ദേഹം കൊടുത്തു.